ഹലോ! ഇന്നത്തെ ഇഫ്താർ മിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ബ്രെഡ് ക്രംസ് ആണ് ഞാൻ ഫസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ മീൻ കറിയൊക്കെ വെച്ച് ഉച്ചയ്ക്ക് തന്നെ ഒന്ന് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ സമോസ ആക്കി എടുക്കുകയാണ്. സമോസൻ്റെ ഷീറ്റ് കയ്യിലുള്ളത് കാരണം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. ഇത് കട്ട്ലറ്റിൻ്റെ കൂട്ടാണ്. കട്ട്ലറ്റിൻ്റെ കൂട്ട് ഒന്ന് ലൂസായി പോയത് കാരണം കുറച്ച് ആ ഒരു ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കറക്റ്റാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതേ ജ്യൂസാക്കി എടുക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ജ്യൂസ്, തണ്ണിമത്തൻ ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ അല്ലെങ്കിൽ ലെമണെങ്കിലും ഒക്കെ ഞങ്ങൾ ആക്കിയെടുത്ത് വെക്കാറുണ്ട് കേട്ടോ. വെള്ളദാഹമാണല്ലോ മെയിൻ. പിന്നെ എല്ലാവരും പറയും എന്തിനാണ് ഈ ഒരു എണ്ണ പലഹാരമൊക്കെ ഈ നോമ്പ് മുറിക്കുന്ന സമയത്ത് കഴിക്കുന്നത്, അതൊക്കെ ഒഴിവാക്കി കൂടെ. പക്ഷെ ഒഴിവാക്കുന്ന കാര്യം മക്കൾക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറച്ച് ഒരു 2-3 പീസൊക്കെ കഴിച്ചിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർ കഴിച്ചോളും. ഒരു 4 മണിയോടുകൂടി തന്നെ ഇതെല്ലാം റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ എണ്ണയിൽ വറുത്ത് വരുന്നത് ഒരു 15 മിനിറ്റ് ബാങ്ക് വിളിക്കാനുള്ളപ്പോൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി കഴിക്കാൻ പറ്റും. ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പാനിപ്പൂരി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴിക്കുകയാണ്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ.